ആക്ഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. പക്ഷെ രസമുണ്ട്, തിയേറ്റർ വാച്ച് ഒരു സാധനമുണ്ട്. അത് എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നിർത്തേണ്ടത്. ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നൊരു നാളത്തെ അഭിപ്രായം ആൾക്കാർ കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറയട്ടെ. എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഇഷ്ടമായി. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അല്ല, അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിയിട്ട് അവരിട്ടതാ. അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. പക്ഷേ പടം ഒരു ക്വാളിറ്റി, ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ എന്നുള്ള ഇതിലൊരു ടെക്നിക്കലി പുതിയ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് പുതിയ DOP, പുതിയ ഡയറക്ടേഴ്സ്, എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീമൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പൊ പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ കണ്ടു വന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഗുഡ്. ആ രീതിയിൽ എനിക്ക് തോന്നുന്നു വീക്കെൻഡിന്റെ ബാനറിന്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിനെന്തായാലും മീറ്റ് ചെയ്യുന്നതിനാണ് ഒരു കോൺഫിഡൻസ്. സോ ഫാർ ഗുഡ്. ഉജ്ജലിന്റെ വീണ്ടും ഒരു വരവ് ഉണ്ടാവും. അറിയില്ല. യൂണിവേഴ്സ് ഇപ്പൊ ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ ഒരു സീൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു പടത്തിന്റെ ഇവരുടെ അടുത്ത സിനിമയുടെ. അപ്പൊ അതില് അറിയാൻ പറ്റില്ല. ഇത് നന്നായി വരുവാണെങ്കിൽ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കണ്ടവരൊക്കെ അത്യാവശ്യം നന്നായി നല്ല അഭിപ്രായം പറഞ്ഞു. ബാക്കി നാളെ കാണാം തിയേറ്ററിൽ സിനിമ എങ്ങനെ ആൾക്കാർ ഇങ്ങനെ സ്വീകരിക്കുന്നത് പോലെ. പുതിയ ട്രീറ്റ്മെന്റ്, കുറെ പുതിയ ആളുകൾ വരുന്നതിൻ്റെ ഫീല്, നല്ല കട്ട്സ്, നല്ല ട്രീറ്റ്മെന്റ്. നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന വിദേശത്തുള്ള കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഉള്ളൊരു പടം. രസമുള്ള ട്രീറ്റ്മെന്റ്, അതാണ് എനിക്ക് ഇതിൻ്റെ എന്നുള്ള ടേക്ക് അവേ. ധ്യാൻ അടിപൊളി, സിജു അടിപൊളി, പുതിയ കുറെ ആർട്ടിസ്റ്റുകൾ, എല്ലാവരും അടിപൊളി. നാളെ നമുക്ക് തിയേറ്ററിൽ കാണാം. വീണ്ടും തകർക്കാൻ വേണ്ടി തന്നതാണല്ലോ. തകർക്കാൻ ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് വല്ലപ്പോഴും കിട്ടുന്നത്. അപ്പൊ ആ സമയത്ത് തകർക്കണം. എടാ, എന്നെ മൂലക്ക് ഇടിച്ചു ധ്യാൻചേട്ടനെ കൂടി ചേർത്തിട്ടുള്ളത്. അവൻ എനിക്ക് പണിയൊന്നും തന്നില്ല. ശരി, ആക്ഷൻ എത്ര ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞ കുറച്ചും കൂടി ഡ്യൂറേഷൻ വേണമെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്താണ്. പക്ഷെ വർക്കൗട്ടാണ് പരിപാടി. ഹാപ്പി ആണല്ലേ? താങ്ക് യു. ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് വരുമ്പോൾ ആക്ഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സിനിമയിൽ ഒരു നാട്ടിൻപുറം ത്രില്ലർ. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു ത്രില്ലർ തന്നെ അങ്ങനെ കണ്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. നാട്ടിൻപുറം സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലുള്ളൊരു ത്രില്ലർ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. നല്ല വിഷ്വൽസ് ആണ്. അതിന്റെ സിനിമാറ്റോഗ്രാഫേഴ്സ് ശ്രേയന്തിക്ക് ചെയ്തത് നല്ല ക്വാളിറ്റി ഉള്ള മൂവിയാണ്. തിയേറ്ററിൽ ആൾക്കാരിൽ നിന്ന് നല്ല റെസ്പോൺസ് തരുന്നുള്ളതാണ്. ഉജ്ജ്വലമായി. എല്ലാത്തരം പ്രേക്ഷകരെയും ഹാപ്പിയാക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും ഹാപ്പിയാക്കാനുള്ള പരിപാടികളുണ്ട്. ഫണ്ടുണ്ട്. റോണിച്ചന്റെ കുറെ ഫണ്ടാണ്. ഞാൻ റോണിച്ചന്റെ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനില്ല. നമ്മൾ ഒരുമിച്ച് കുറെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടെങ്കിലും കോമ്പിനേഷൻ ഇല്ലാത്ത കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുറെ ചിരിയൊക്കെ ഒന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നസീർക്കയുടെ ഒക്കെ ഹ്യൂമർ, നസീർക്ക് സെക്കൻഡ് ഹാഫിലൊന്ന് ഞാൻ എടുത്ത് പറയുന്ന സംഭവത്തിലൊക്കെ ഇവിടെ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു. അത് ഓൾറെഡി അവിടെ സ്പോട്ടിൽ കണ്ടപ്പോൾ തന്നെ നല്ല ചിരി വന്നിരുന്ന സാധനമാണ്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അമീൻ ആൻഡ് ഗ്യാങ്, അമീൻ, നിഹാൽ, നിബ്രാസ്, ഷബാസ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ശംഭു ഉജ്ജ്വലിന് രണ്ടാം വരെ ഉണ്ടാവും. അത് വീക്കെൻഡ് സിനിമാറ്റിക് വീക്കെൻഡ് പ്രൊഡ്യൂസേഴ്സ് അവര് കഴിയണം. ഒരു അപ്പൊ തീർച്ചയായിട്ടും ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഭാവിയിൽ സ്പിൻ ഓഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. കൊളാബറേഷൻസ് ഉണ്ടാവും. അടുത്തടുത്തുള്ള ഗ്രാമങ്ങൾ കാണുന്നത്. ഇതിന്റെ പേരിലിപ്പോ ജാംബീനെ പറ്റി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇവരെല്ലാ ക്യാരക്ടേഴ്സും തന്നെ തമ്മിൽ പരസ്പരം കണ്ടുകൊണ്ടുള്ള സിനിമകൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും താങ്ക് യു. എല്ലാവരും കാണാൻ പറയും.